നടപടിക്രമ സഭയിലുള്ളത് നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക സംസ്ഥാനത്തെ വിദ്യാർത്ഥികളിലും അവരുടെ രക്ഷകർത്താക്കളിലും ഉണ്ടായിട്ടുണ്ട്. ആ വിഷയം സഭ ഇന്ന് ചട്ടം 130 അനുസരിച്ച് ചർച്ച ചെയ്യും. 2 മണിക്കൂർ പ്രത്യേക ചർച്ചയാകും ഈ വിഷയത്തിൽ സഭയിൽ നടക്കുക. സഭ 24 തീയതി വരെ, ജൂലൈ 24 തീയതി വരെ ആണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്തത്. അതിൽ ഇന്നലെ ചേർന്ന കാര്യോപദേശ സമിതി യോഗം കുറവ് വരുത്തിയിട്ടുണ്ട്. 11 വരെ ആകും സഭ ചേരുക. 3-ാം തീയതിയും സഭ ഉണ്ടാകില്ല. ഇത് സംബന്ധിച്ച കാര്യോപദേശ സമിതി യോഗത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഈ 10ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളും ഒരുപോലെ എല്ലാ വിഷയങ്ങളും പഠിക്കണം. എന്നാൽ 11-12 ക്ലാസ്സിൽ അങ്ങനെയല്ല. ഉന്നത വിദ്യാഭ്യാസ രംഗം നടക്കുന്ന വിഷയ പഠനവുമായി ബന്ധപ്പെടുത്തുന്ന തരത്തിലാണ് പ്രസ്തുത ക്ലാസുകളിലെ പഠനത്തെ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ വിഷയങ്ങളുടെ കൂട്ടം എന്ന നിലയിലാണ് ഹയർ സെക്കൻഡറി കോഴ്സുകൾ എന്ന് പറയുന്നത്. സർ, അത് ശാസ്ത്രം, ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് എന്ന തരത്തിൽ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വിവിധ സ്കൂളുകളിൽ വിവിധ വിഷയ കോമ്പിനേഷനുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഉദ്ദേശിക്കുന്ന വിഷയം കിട്ടാൻ സാധ്യത കുറവായിരിക്കും. ഇങ്ങനെ വൈവിധ്യമാർന്ന വിഷയ കോമ്പിനേഷൻ ഉള്ളതിനാൽ 10ാം ക്ലാസ് വരെ ഇല്ലാത്ത വിധം സെലക്ഷൻ പ്രക്രിയയിലൂടെ കുട്ടികൾ കടന്നു പോകേണ്ടി വരും. മെറിറ്റ് സീറ്റിലേക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സാർ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയാത്തതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്കൂളിലും ഇഷ്ടമുള്ള വിഷയം കിട്ടാത്തത്. മാനദണ്ഡങ്ങൾ എന്താണെന്ന് പ്രോസ്പെക്ടസിന് കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാ കോഴ്സുകളും അക്കാദമികമായി തുല്യ പ്രാധാന്യമാണുള്ളത്. ഏതെങ്കിലും ചില കോഴ്സുകളിലേക്ക് മാത്രം കാര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നത് ഒരു രാജ്യത്തിന്റെ വിവിധങ്ങളായ വികസന ആവശ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അതിനാൽ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. സർ, ഇതിൽ ഒരു കാര്യം കൂടെ പറയാം. ഓരോ വിദ്യാർത്ഥിയുടെയും വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് WGPA എന്ന് പറയും. അതാണ് പ്രവേശനത്തിന്റെ മാനദണ്ഡം. വിദ്യാർത്ഥിക്ക് SLCക്ക് പഠിച്ച സ്കൂളിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതിനായി പഠിച്ച സ്കൂളിന് 2 ബോണസ് പോയിന്റ്, താമസിക്കുന്ന ലോക്കൽ ബോഡിയിൽ തന്നെയുള്ള സ്കൂളിൽ പ്രവേശനം ഉറപ്പാക്കുന്നതിനായി താമസിക്കുന്ന ലോക്കൽ ബോഡിയിലെ സ്കൂളിന് 2 ബോണസ് പോയിന്റ്. ശിവൻകുട്ടി MLA മന്ത്രി വിദ്യാഭ്യാസ സംബന്ധമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് എന്നാണ് മനസ്സിലാവുന്നത്. നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ലഹരിക്കടത്തിൽ